ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 17ാമത്തെ ചാപ്റ്ററിലാണ് നമ്മളുള്ളത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ 16ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്തതിന് ശേഷം ബൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതിൽ ഏറ്റവും അവസാനത്തെ നമ്മളെ പോയിന്റ് ഉണ്ടായിരുന്നു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. അപ്പൊ എന്താണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാല്? അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ അതിനെ കുറിച്ച് തന്നെ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ പറയാം. കാരണം അതൊരു കുറച്ച് കൂടുതൽ പറയാനുള്ള ഒരു കാര്യമായതുകൊണ്ടാണത്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാല് പോർട്ട്ഫോളിയോ മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾസ് ദാറ്റ് ആർ ഹെൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫേം. നമ്മളെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഒരു വ്യക്തി ആകുമ്പോൾ അയാൾക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഒന്ന് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, രണ്ടാമത്തെ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ബിൽഡിംഗ് ആയിട്ടോ ലാൻഡ് ആയിട്ടോ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഈ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം അടങ്ങിയ ഒരു ബാസ്ക്കറ്റിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം ഈ നമ്മൾ നമുക്ക് എത്ര രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റുകൾക്ക് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് പോർട്ട്ഫോളിയോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പോർട്ട്ഫോളിയോ എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി എന്തുകൊണ്ടാണ് ഈ പോർട്ട്ഫോളിയോ നമുക്ക് ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. കാരണം നിങ്ങൾ വിചാരിക്കും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും പോർട്ട്ഫോളിയോയും തമ്മിൽ എന്താണ് ഇത്ര റിലേഷൻ? വളരെ വലിയ റിലേഷൻ ഉണ്ട്. കാരണം നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും 2 സ്റ്റോക്ക് അല്ലെങ്കിൽ 4 സ്റ്റോക്ക് എടുത്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും അതിന്റെ പ്രോപ്പർ ചാനലിലൂടെ തന്നെ നമ്മൾ ചെയ്യണം. ഡൈവേഴ്സിഫിക്കേഷൻ, owning a wide variety of investment with different characteristics to reduce volatility. നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്തുകൊണ്ടാണ് പോർട്ട്ഫോളിയോയിൽ ഡൈവേഴ്സിഫിക്കേഷൻ വേണമെന്ന് പറയുന്നത്? എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഉദാഹരണത്തോട് കൂടി തന്നെ പറയാം. നമ്മൾ ഒരു വ്യക്തി അയാളുടെ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്തെങ്കിലും കാരണവശാല് ക്രാഷായി, ഒരു 40-30% ക്രാഷ് ആയി കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു പോർട്ട്ഫോളിയോയിൽ നല്ലൊരു ലോസ് ആണ് കാണിക്കുക അല്ലെ. അതേ സ്ഥാനത്ത് ഈ പുള്ളി കുറച്ച് സ്റ്റോക്സിൽ, കുറച്ച് ഗോൾഡിൽ, കുറച്ച് റിയൽ എസ്റ്റേറ്റിൽ, ബിൽഡിങ്സ്, ലാൻഡ്സിൽ അങ്ങനെയുള്ളതിൽ കുറച്ച് FD ആയിട്ട്, അതേപോലെ അല്ലെങ്കിൽ SB ആയിട്ട്, കുറച്ച് ക്രിപ്റ്റോയില്, അങ്ങനെയൊക്കെ ആയിട്ട് കുറേശ്ശെ പല ഇൻവെസ്റ്റ്മെന്റിലായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയാലും പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇനി അതല്ല ഒരു റിയൽ എസ്റ്റേറ്റ് ഏരിയയിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാലും പുള്ളിയുടെ ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് ബാലൻസ്ഡ് ആയിരിക്കും. കാരണം ഒന്ന് ഡൗൺ ആയാലും മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അതിനെ ബാലൻസ് ചെയ്യും. ഇനി അതുമല്ല, ചിലപ്പോൾ നല്ല സ്റ്റോക്സ് മാർക്കറ്റ് ഇപ്പോ പല പ്രാവശ്യമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഗോൾഡ് അപ്പ് ആവാറുണ്ട്. അപ്പം രണ്ടിനെയും ഈക്വൽ ലെവലിലല്ല എന്നുണ്ടെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും ഇതെല്ലാം ബാലൻസ്ഡ് ആവും. അപ്പൊ നമ്മൾ ആ ഒരു വളറ്റൈലിറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയുടെ എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ? ഈ ഒരു പോർട്ട്ഫോളിയോ, ഇത് ഒരു പോർട്ട്ഫോളിയോ ആണ്. ഇത് മൊത്തത്തിൽ ഇതിൽ തന്നെ പല ഭാഗങ്ങളായിട്ടാണ് വരിക്കുന്നത്. കാരണം ആദ്യത്തെ നോക്കാം, ആദ്യത്തെ ഏറ്റവും കൂടുതലുള്ള ഈ ഒരു ബ്ലൂ കളർ ഏരിയ അല്ല, ഇത് സ്റ്റോക്സിലാണ്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോയുടെ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്സിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഈ ഒരു പോർഷൻ വരുന്നത് ബോൺസിലാണ്, കടപ്പത്രങ്ങളിലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു പോർഷൻ വരുന്നത് ഗോൾഡിലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഗ്രീൻ പോർഷൻ വന്നിരിക്കുന്നത് പ്രോപ്പർട്ടി, റിയൽ എസ്റ്റേറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് വരിക്കുന്ന ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത് ക്യാഷ്, FD അല്ലെങ്കിൽ SBയിലൊക്കെയാണ്. അതേപോലെ അതിനുശേഷം വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് വളരെ ചെറിയ പോർഷനാണ്, ഇത് ക്രിപ്റ്റോയിലാണ്. അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം. ഏറ്റവും ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കുറഞ്ഞ പെർസെന്റേജ് ഇരിക്കുന്നത് ക്രിപ്റ്റോയിലാണ്. അതിനേക്കാളും കുറച്ച് കൂടുതലുള്ളത് ക്യാഷ്, FDയിലാണ്. അതിനേക്കാളും കുറച്ച് കൂടുതലുള്ളത് പ്രോപ്പർട്ടിയിലാണ്. അതിനേക്കാളും കുറച്ച് കൂടുതൽ പെർസെന്റേജ് ആണ് ഗോൾഡിലുള്ളത്. അതിനേക്കാളും കുറച്ച് കൂടിയ പെർസെന്റേജ് ആണ് ബോൺസിലുള്ളത്. ഏറ്റവും കൂടുതൽ പെർസെന്റേജ്
സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇതിൽ എന്താ മനസ്സിലാകുന്നത്, നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കൂടി അതിന്റെ ഒക്കെ പെർസെന്റേജും ഡിഫറൻസ് തന്നെയാണ്. അപ്പം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് മെയിൻ പോർട്ട്ഫോളിയോ. ഇതിലെ തന്നെ നമ്മുടെ ഒരു സ്റ്റോക്സിന്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോർഷനും ആ ഒരു ഇൻവെസ്റ്റ്മെന്റും ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് നോക്കാം. നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ സെക്ടറൽ ഇൻഡെക്സുകളുണ്ട്. എന്നൊക്കെയാണെങ്കിൽ സ്റ്റോക്കുകളൊക്കെ സെക്ടറുകളെ ബേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സിമെന്റിന്റെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാ സിമെന്റ് കമ്പനി, അതൊരു സിമെന്റ് സെക്ടർ ആണ്. അതേപോലെ തന്നെ നമ്മളെ ഹിന്ദുസ്ഥാൻ ലീവർ അത് FMCG സെക്ടറാണ്. റിലയൻസ് ആണെങ്കിൽ എനർജി സെക്ടറിൽ നിന്നാണ്. അതേപോലെ തന്നെ ടാറ്റ പവർ ആണെങ്കിൽ പവർ സെക്ടറിൽ നിന്നാണ്. അങ്ങനെയുള്ള സെക്ടറുകളുണ്ട്. നമ്മൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റിന് വേണ്ടി സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല സെക്ടറുകളിൽ നിന്നും ഉള്ള നല്ല കുറച്ച് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു സെക്ടർ താഴോട്ട് വീണാലും അല്ലെങ്കിൽ ക്രാഷ് വന്നാലും ഒരു സെക്ടറൽ വൈസിൽ എങ്ങനെയാ ക്രാഷ് വരിക? ഒരു പക്ഷെ ഫൈനാൻസ് മിനിസ്റ്ററിൽ നിന്നുള്ള വല്ല ന്യൂസുകള്, അല്ലാന്നുള്ള അവരുടെ പുതിയ പ്ലാനിങ്ങുകള് അല്ലെങ്കിൽ പുതിയ അജണ്ടകള്, ഇതൊക്കെ ചില സമയത്ത് ചില സെക്ടറുകളെ മോശമായിട്ടും നല്ല രൂപത്തിലും ബാധിക്കും. അപ്പം അങ്ങനെ ഒരു മോശമായ രൂപത്തിലൊക്കെ ബാധിക്കുകയാണെങ്കിൽ ആ ഒരു സെക്ടറിൽ നല്ല ഒരു ക്രാഷിന് ചാൻസസ് ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു കാരണവശാലും ഒരുപാട് വലിയ രൂപത്തിൽ ക്രാഷ് ആവില്ല. കാരണം അത് ബാലൻസ്ഡ് ആവും. കാരണം ഒരു പോർഷൻ, ഒരു സെക്ടറിന് മാത്രമേ ക്രാഷ് വരുന്നുള്ളൂ. ബാക്കിയുള്ള സെക്ടറുകളെല്ലാം നമ്മൾ നല്ല ബെനിഫിറ്റ്, നല്ല ഗ്രോത്തിലാവും നിൽക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ലോസ് കവർ ചെയ്യാൻ ഇതിന്റെ ഗ്രോത്തിന് കഴിയും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഇനി നമുക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോയുടെ എക്സാമ്പിൾ നോക്കാം. ഇത് ഒരു വ്യക്തിയുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് കരുതുക നിങ്ങൾ. ആ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ആണല്ലോ നമ്മൾ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളുടെ പേരുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. കാരണം ഇതിന്റെ കറന്റിലി ഈ ഒരു സ്റ്റോക്കുകളൊന്നും ഫണ്ടമെന്റലി അനാലിസിസോ ടെക്നിക്കൽ അനാലിസിസോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പേരുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. നിങ്ങൾ ഈ ഒരു ബ്ലൂ കളറിലെ പോർഷൻ കണ്ടില്ലേ? ഈ ഒരു ബ്ലൂ കളർ HDFC ബാങ്ക് ആണ്. ഇതൊരു ബാങ്കിങ് സെക്ടർ എന്നാണ് വരുന്നത്. അപ്പൊ പുള്ളിയുടെ ഈ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 12% HDFC ബാങ്കിലാണ്, മീൻസ് ബാങ്കിങ് സെക്ടറിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു പോർഷൻ കണ്ടില്ല നിങ്ങൾ? ഇത് ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഏഷ്യൻ പെയിന്റ്സിലാണ് പുള്ളിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 20% പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞുള്ള ഈ ഒരു പോർഷൻ ആണ് ഹിന്ദുസ്ഥാൻ ലീവർ. ഈ ഹിന്ദുസ്ഥാൻ ലീവർ FMCG സെക്ടറിൽ നിന്നാണ്. അതിലാണ് 15%, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 15% FMCG സെക്ടറിലാണ്, ഹിന്ദുസ്ഥാൻ ലീവറിൽ. അതേപോലെ റിലയൻസ് എനർജി സെക്ടർ, ഈ ഒരു 15% റിലയൻസിലാണ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തന്നെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 8% കാഡിലാക് ഹെൽത്ത് കെയറിലാണ്. കാഡിലാക് ഹെൽത്ത് കെയർ ഫാർമ സെക്ടറാണ്. പിന്നെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ വീണ്ടും 8% പോയിരിക്കുന്നത് ടൈറ്റാനിലാണ്. ടൈറ്റാൻ എന്നുള്ളത് കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 12% വന്നിരിക്കുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസിലാണ്. ഇതൊരു സർവീസ് സെക്ടറാണ്. അതിനുശേഷം 10% ഭാരതി എയർടെൽ, ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സർവീസ് സെക്ടറാണ് വരുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഈ ഓരോ സ്റ്റോക്കുകളും വ്യത്യസ്ത സെക്ടറുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്ടറുകൾ താഴെ പോയാൽ ബാക്കിയുള്ള സെക്ടറുകൾ ആ ഒരു പോർട്ട്ഫോളിയോനെ ബാലൻസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഇപ്പം ഈ ഒരു ഡൈവേഴ്സിഫൈഡ് അത്യാവശ്യം എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഈ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഒരു നോട്ട് ചെയ്ത് വെക്കണമെന്നുള്ളത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വർത്ത് ആയിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് VM Rafiq സൈനിങ് ഓഫ്.